കഴിഞ്ഞ എപ്പിസോഡിൽ ടങ്ഷ അവളെ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയി. ഇവളും രാത്രി ഒറ്റയ്ക്കായിരിക്കും റോഡിലൂടെ നടക്കുക. പിന്നാലെ കുറച്ച് പേർ അവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായി. അത് അവളുടെ സ്റ്റെപ്പ് മദർ ഒരുക്കിയ ഗുണ്ടകളായിരിക്കും. അപ്പോൾ കൂട്ടത്തിലൊരുത്തൻ പറയുന്നുണ്ട്, നമ്മൾ അവളുടെ പ്രശസ്തി നശിപ്പിക്കേണ്ടതുണ്ടെന്ന് എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ പോയി. ഇത്ര വൈകി എന്താണ് നീ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ തൊടാനായി പോയതും കറക്റ്റ് ടൈമിലായിരിക്കും ടങ്ഷി അയാളുടെ കൈയൊന്ന് തടുത്തത്. ഒരു ഇടിയും കൊടുത്തു. അപ്പോഴേക്കും വേറൊരുത്തൻ അടിക്കാനായി വരുമ്പോൾ അയാളെയും അടിച്ചു വീഴ്ത്തി ടങ്ഷി അവളെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അവരും പിന്നാലെ തന്നെ ഓടി. ഇവരാണെങ്കിൽ അവിടെ ഇരുട്ടത്തായിരിക്കും മറിഞ്ഞു നിൽക്കുക. പേടിച്ച ചുങ്സിയ അവർ പോയെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അവൾ ടങ്ഷി വന്ന ആശ്വാസത്തിൽ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. വീട്ടിലെത്തുമ്പോൾ പരുക്ക് പറ്റിയായി ഇടത്തൊക്കെ ചുങ്സിയായിരിക്കും മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നത്. ടങ്ഷി അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ചുങ്സിയ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ക്ഷമിച്ചെന്ന് കരുതി അധികം സന്തോഷിക്കേണ്ട. പരിപാലിക്കാൻ ഞാൻ എവിടെയുണ്ട്. അതെനിക്ക് കുറ്റബോധം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് കേട്ടതും ടങ്ഷി അവൾക്കൊരു കിസ് കൊടുത്തതും ഇവളൊന്ന് ഷോക്കായി. അവിടുന്ന് അവൾ പോകുമ്പോൾ ടങ്ഷി അവളെ പിടിച്ച് ഇപ്പോൾ പോകണ്ട, കുറച്ചു നേരം കഴിയട്ടെ എന്ന് പറയുന്നു. അവളൊട്ടും സമ്മതിക്കുന്നില്ല. വിട്, എനിക്ക് പോണം എന്ന് പറഞ്ഞ് അവൾ കൈവലിക്കുമ്പോൾ ഇവൻ വിടുന്നതേയില്ല. അവസാനം അവൻ്റെ കൈക്കൊരു തട്ട് കൊടുക്കുമ്പോഴാണ് അവൻ ആ കൈ വിട്ടത്. ആ ഒരു തട്ട് മുകളിലത്തെ അവൻ്റെ കൈ ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒന്നൊഴിഞ്ഞുകൂടി തരാനായിട്ട് പറയുമ്പോൾ ഇവൾക്കും വിശ്വസിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. അവൻ പറഞ്ഞത് കാര്യമായിട്ടാണോ എന്ന് നോക്കുമ്പോൾ കള്ളത്തരമാണെന്ന് അവൾക്ക് മനസ്സിലായി. നീ നേരത്തെ ഉറങ്ങിക്കോ, എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് പോയി. പിന്നീട് ചുങ്സിയ രാത്രിയിലൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ആരും കാണാതെ ഫ്രിഡ്ജിൽ നിന്ന് ബ്രെഡും കുറച്ച് ഫ്രോസും എടുത്ത് തിന്നുമ്പോൾ തന്നെ പിന്നാലെ ടങ്ഷി അവളെ ഫ്രിഡ്ജിലേക്ക് ചേർത്ത് പിടിച്ച് അവനും നല്ലോണം വിശക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവളും എന്തൊക്കെയോ പറയുന്നുണ്ട്. വായിലാണെങ്കിൽ ബ്രെഡും. അതുകൊണ്ട് ടങ്ഷി ആ ബ്രെഡും മാറ്റി എനിക്കിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്തു. രാവിലെ ടങ്ഷി കണ്ണ് തുറക്കുമ്പോൾ അവളെ കാണുന്നില്ല. അവളാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായിട്ടായിരിക്കും ഇരിക്കുക. ടങ്ഷി വേഗം അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുമ്പോൾ അവൾക്ക് അൺകംഫർട്ടബിളായിട്ട് ഫീലായി. ടങ്ഷി, എന്താണ് നീ ചെയ്യുന്നത്? നിനക്ക് മര്യാദ ഇരുന്നൂടെ? അല്ല, എന്ത് പറ്റി? നമുക്കിടയിലുള്ള എല്ലാ പ്രശ്നം ഇന്നലെ തന്നെ തീർന്നതല്ലേ? അപ്പോൾ അവൾ പറയുന്നത് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല എന്നാണ്. നീ തിരിച്ചു വന്നതിൽ സന്തോഷമുള്ളൂ. പക്ഷേ എന്നോട് കള്ളം പറഞ്ഞതിന് എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ മനസ്സ് കാണിക്കി. ഇന്ന് എനിക്ക് സമയമില്ല. ഹുവ ഗ്രൂപ്പിൻ്റെ പ്രസൻറ്റേഷൻ ദിവസമാണ്. അതിൽ ഞാൻ മാത്രമാണ് പങ്കെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ പിന്നാലെ അവനും ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് കൂറിൻ്റെ ഇറങ്ങി. അവൾ ഇപ്പോൾ എവിടെ പോയാൽ ടങ്ഷി കൂടെ വരുന്നതിനാൽ നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്ത് വരുന്നത്? എന്നെ ചുറ്റിപ്പറ്റി വരണ്ട. അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ കൈക്ക് ഇപ്പോഴും വേദനയുണ്ട്. അല്ല, ഇന്നലെ രാത്രി കൈ വേദനിക്കുന്നുണ്ടെന്ന് നീ എന്താ പറയാണ്ടിരുന്നത്? അപ്പോൾ അവളെ കൂട്ടാനായിട്ട് ഹുവാഞ്ചി വരുന്നു. ഇവർ ഇങ്ങനെ പിറുപിറുക്ക് നിൽക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ടങ്ഷി ഒന്നുമില്ല, ഇന്നലെ ചെറിയൊരു വഴക്ക്, വാ നമുക്ക് ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് ടങ്ഷി അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഹുവാജിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ഇവിടെ ഓഫീസിൽ മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിൽ കമ്പനി ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ടങ്ഷി തിരിച്ചു വന്നിരിക്കുന്ന എന്ന പേരിൽ ചർച്ചയായിരിക്കും. വാൻവോയിലെ എല്ലാവരും ഷെയർസ് അവരുടെ കമ്പനിയിലുള്ളതിനാൽ ടങ്ഷിയുടെ ഓഹരികൾ വിറ്റുകളയാനായിട്ട് പറയുന്നു. പക്ഷേ ടങ്ഷിയുടെ ഉത്തരവില്ലാതെ ചെയ്യാൻ പറ്റില്ലെന്ന് അവൾ പറയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്, അല്ലെങ്കിൽ ഹുവാങ് കമ്പനിയുടെ ചെയർമാനാകാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഒരുമാതിരി സംസാരം വരുന്നു. അവൾക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കറക്റ്റ് ടൈമിലായിരിക്കും ടങ്ഷി വരുന്നത്. നിങ്ങളിൽ ആരും എൻ്റെ അഭിപ്രായം അന്വേഷിക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് ടങ്ഷിയോട് ചോദിക്കുമ്പോൾ വാൻമോയിലെ എൻ്റെ എല്ലാ ഷെയർസും ഞാൻ സ്വമേധയെ കൈമാറ്റം ചെയ്യും, അത് യാതൊരു നിബന്ധനകളുമില്ലാതെ എന്ന് കേൾക്കുമ്പോൾ അവളൊന്ന് ഷോക്കായി. ശേഷം ടങ്ഷി അവൻ്റെ സഹായിയെ വിളിച്ച് അവരെ ഓടിച്ചുവിട്ട ഗുണ്ടകളെയും ഇതുവരെ കണ്ടെത്തിയെന്ന് ചോദിക്കുന്നു. കൂടാതെ ചുങ്സിയുടെ സ്റ്റെപ്പ് മദറിൻ്റെ ആൾക്കാരെയും കൂടി അന്വേഷിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. കോൾ കട്ടാക്കി. അപ്പോഴാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. അന്ന് അവരുടെ ഓഫീസിൽ കയറി ഡോക്യുമെൻറ്റ്സ് എടുത്തപ്പോൾ ഹുവാങ് ചുങ്സിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും തട്ടിയെടുക്കുമെന്ന് പേടിച്ചിട്ടാണ് കൊല്ലാൻ കൊലയാളിയെ അയച്ചത്. എന്നാൽ കൊന്ന യഥാർത്ഥ കൊലയാളിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അവളുടെ സത്യം ഇതുവരെ പറയാത്തത്. അവരെ വേഗം കണ്ടുപിടിക്കണം എന്ന് ചിന്തിച്ച് ടങ്ഷി പോകാനായി കാറിൽ കയറിയതും എനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നീ നിന്റെ ഓഹരി വിൽക്കുന്നത് എന്ന് പറഞ്ഞ് ചുങ്ഷി അവിടെ എത്തി. നീ ഈ കമ്പനി നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്രയും ആക്കിയത്. നിനക്കതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചുങ്സിയ പറയുന്നു.
പറയുമ്പോൾ അവനും ഇനി മുതൽ മിസ് ഹുവ നമുക്കല്പം കരുണ കാണിക്കാൻ മാത്രമേ കഴിയൂ. എന്തായാലും ഇപ്പോൾ ഞാൻ തകർന്നിരിക്കുകയാണ്. അതൊന്നും എന്നോട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ ഇവളൊന്നും മിണ്ടാൻ പറ്റാതെയായിപ്പോയി. അവളുടെ മുഖം മാറുന്നത് കണ്ടവൻ ചുങ്സിയ സോറി, എനിക്ക് ശരിക്കും നേരത്തെ തിരിച്ചു വരണമെന്നുണ്ടായി. എനിക്ക് നിന്നെ കാണാൻ തിരിച്ചു വരാൻ ഒരു വഴിയുമില്ലായിരുന്നു. നിന്നെ കാണുമ്പോഴെല്ലാം ഞാൻ മരിച്ചു പോയെന്ന് ഓർത്ത് കരഞ്ഞു മൂലയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായി. പക്ഷെ എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് അറിയാമോ, ഞാൻ തന്ന മാല നഷ്ടപ്പെട്ട സമയം അന്ന് ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവളും അന്ന് ആ റെസ്റ്റോറൻറ്റിൽ അവളുടെ മാല കളഞ്ഞു പോയതായിട്ട് ഓർക്കുന്നു. അപ്പോൾ അന്ന് മുതൽ ഇവനും അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായെന്നുള്ള സത്യാവസ്ഥ അറിയുമ്പോൾ ഇനി നീ സോറി പറയേണ്ട കാര്യമില്ല. നീ എന്ത് തന്നെ എന്നിൽ നിന്ന് മറച്ചാലും എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് എന്ന് കേട്ടതും അവനും ഹാപ്പിയായി. അവളുടെ പിണക്കം മാറിയല്ലോ എന്ന സന്തോഷത്തിൽ. പക്ഷെ നീ ഒരിക്കൽ കൂടി എന്നോട് കള്ളം പറഞ്ഞാൽ ഞാനത് വെറുതെ വിടില്ല എന്ന് കേൾക്കുമ്പോൾ അവന് ചിരിയാണ് വരുന്നത്. എന്നിട്ട് അവനൊരു ഉമ്മയും കൊടുത്തു. എന്നാൽ ഇവിടെ ഹുവാൻജി സഹായിക്കുന്നതിന് പകരം എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു ഒരു ലേഡി അടിക്കുന്നു. നോക്കുമ്പോൾ അത് ചുങ്സിയുടെ സ്റ്റെപ്പ് മദർ ആയിരിക്കും. നിനക്ക് ടങ്ഷെ വേണമെങ്കിൽ അവന് നോക്ക്. നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചുങ്സിയ എൻ്റേതാണ്. നീ ചുങ്സിയെ ഉപദ്രവിക്കാൻ ഗുണ്ടകളെ അയച്ചു. അത് വെറുതെ ആയില്ലേ ഇപ്പോൾ ടങ്ഷിയും ചുങ്സിയും ഒന്നിച്ചതിനാൽ ഹുവാൻജിക്ക് നല്ല ദേഷ്യത്തിലായിരിക്കും. ഇടയിലാണ് അറിയുന്നത് സ്റ്റെപ്പ് മദറാണ് ടങ്ഷിയെ ആ അപകടം ഉണ്ടാക്കിയ ആളെന്ന്. എന്നാൽ അതിന് ഉത്തരവിട്ടതും ഹുവാൻജിയാണ്. എന്നിട്ട് അവനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് അവരുടെ അച്ഛനാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വിശ്വസിപ്പിച്ചു. 1 വർഷം ടങ്ഷിയുടെ കൂടെ ഉണ്ടായിട്ട് പോലും അവർ അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. പക്ഷേ അവരെ അതൊക്കെ തള്ളിവിട്ടത് ഹുവാൻജി തന്നെയാണ്. അപ്പോൾ സ്റ്റെപ്പ് മദർ പറയുന്നുണ്ട്, ഹുവാൻജി ഒന്നോർത്തോ, നമ്മൾ പോകുന്നത് ഒരേ കപ്പലിലാണ് എന്ന് കേൾക്കുമ്പോൾ അയാൾ അവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് പോയി. അപ്പോൾ ചുങ്സിയെയും സ്വന്തമാക്കാൻ ഇതിന് പിന്നിലൊക്കെ കളിച്ചത് ഹുവാൻജിയാണെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് അവർ ഇതിനെല്ലാം കാരണം ചുങ്സിയാണെന്നും ഹുവ കമ്പനി സംരക്ഷിക്കാൻ കഴിയുന്നിടത്തോളം പ്രൊജക്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കമ്പനിയിൽ വിളിച്ച് ഷെയർ ഇപ്പോഴത്തെ സ്ഥിതി ചോദിച്ച് ഷെയറെല്ലാം വിൽക്കാനായി പറഞ്ഞ് ആർക്കോ വിളിച്ചു പറയുന്നു. ഇവിടെ ടങ്ഷിയുടെ ഫോണിലേക്ക് ആരോ മെസ്സേജ് അയക്കുകയാണ്. അവൻ അവളെ എഴുന്നേൽപ്പിക്കാതെ നേരെ പോകുന്നു. സ്റ്റെപ്പ് മദറിൻ്റെ അടുത്തേക്കായിരിക്കും പോവുക. നോക്കുമ്പോൾ അവിടെ ഒരു അനക്കമില്ലാതെ ഇരിക്കുകയാണ് കാണുന്നത്. അപ്പോഴാണ് അറിയുന്നത് അവരെ തലയ്ക്ക് ആരോ അടിച്ചതുകൊണ്ട് ബോധം പോയി. പെട്ടെന്ന് അവർക്ക് ബോധം വരികയും കണ്ണു തുറന്ന് അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ടങ്ഷയുടെ കുട്ടിക്കാലം മുതൽ ഇവർ സുഹൃത്തുക്കളായിരുന്നല്ലോ. അവൻ എബ്രോഡിൽ പോയപ്പോൾ ഇവരെ വിടാനുള്ള സ്ഥിതി അവരുടെ ഫാമിലിക്ക് ഉണ്ടായില്ല. സോ കഷ്ടപ്പെട്ടാണ് അവരുടെ അമ്മ എബ്രോഡിലേക്ക് വിട്ടത്. പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങണം എന്ന് അമ്മയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് അവർക്ക് വീണ്ടും ബോധം പോയി. ഉടനെ ടങ്ഷി അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടെ ഇവൾ കണ്ണു തുറക്കുമ്പോൾ ടങ്ഷിയെ കാണുന്നില്ല. വിളിച്ചു നോക്കുമ്പോൾ US കമ്പനിയിൽ ഒരു എമർജൻസി ഉണ്ടായി, അവിടേക്ക് പോവുകയാണെന്ന് പറയുന്നു. അല്ല, ലോയുടെ അക്കൗണ്ട് കാര്യം ചെയ്യുന്നതിന് പുറമെ നീയും ഒരു കമ്പനി തുടങ്ങിയോ എന്നവൾ ചോദിക്കുമ്പോൾ അവൻ സത്യം പറയാതെ വിമാനത്തിൽ കയറാൻ പോവുകയാണ്. പിന്നീട് മിണ്ടാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി. അവൾക്കും ആകെ വിഷമമായി. എന്തിനാണ് നീ എന്നിൽ നിന്ന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്? നീ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലെന്ന് അവൾ മനസ്സിൽ പറയുകയാണ്. സത്യത്തിൽ ടങ്ഷി എബ്രോഡിലൊന്നും പോയിട്ടില്ല. അവരെ സേഫാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഹുവാൻജി പോലീസ് ടങ്ഷിയെ തേടുകയാണ്. ബാറിൽ വെച്ച് അവളുടെ സ്റ്റെപ്പ് മദറിനെ ടങ്ഷിയാണ് കൊന്നെന്ന് സൂചന നൽകി സമീപത്തുള്ള CCTV ടങ്ഷി അവരെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന CCTV ഫുട്ടേജൊക്കെ കാണിച്ചു. പോരാത്തതിന് അവിടെ കൊലപാതകം നടത്തിയ ടങ്ഷിയെ പോലീസ് തെരച്ചിലാണെന്ന് കേൾക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കാനാ? ഇന്നലെ രാത്രി അവൻ എന്നോട് സംസാരിച്ചതാണല്ലോ. അമേരിക്കയിൽ പോകേണ്ട കാര്യമുണ്ട്, വിമാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ടങ്ഷി എന്തായാലും അങ്ങനെ ചെയ്യില്ല, അവൾക്ക് നല്ല ഉറപ്പായിരുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അമേരിക്കയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണിച്ചാൽ രക്ഷപ്പെടാലോ എന്നോർത്തിവൾ പേടിച്ച് അസിസ്റ്റന്റിനെ വിളിച്ച് ടങ്ഷി US ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാനായി പറഞ്ഞു. പക്ഷെ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവൾക്കും ആകെ ഷോക്കായി. വീണ്ടും അവൻ നുണ പറഞ്ഞല്ലോ എന്നോർത്തു നിന്നു. ഇപ്പോൾ ന്യൂസിലാണെങ്കിൽ ടങ്ഷിയെക്കുറിച്ചുള്ള വാർത്തയാണ്. അപ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. അസിസ്റ്റൻ്റായിരിക്കും വിളിച്ചത്. ഇപ്പോൾ ഡയറക്റ്റ് ബോർഡിൽ നിന്ന് ഒരു ഡോക്യുമെൻ്റ് കിട്ടിയിട്ടുണ്ട്. കമ്പനിയുടെ സ്റ്റോക്ക് കുറഞ്ഞു വരികയാണ്.
ഒരു വിദേശ കമ്പനിയാണിപ്പോൾ അവരുടെ കമ്പനി ഷെയർസ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. അതിനാൽ ഇപ്പോൾ അവരുടെ കമ്പനി ഏറ്റവും വലിയ ഓഹരി ഉടമയാകാൻ പോവുകയാണ്. ഇങ്ങനെ തുടർന്നാൽ ഹുവാങ് ഗ്രൂപ്പ് ഈ കമ്പനി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വന്നാൽ ഹുവാങ് ഗ്രൂപ്പിന്റെ പാതി ഷെയർസ് US കമ്പനിയുടെ കയ്യിലുണ്ട്. ഇതിന് ഒരു പോംവഴിയായി അസിസ്റ്റന്റ് ഹുവാൻജിയുടെ കമ്പനി ഷെയർ വാങ്ങിച്ചാൽ ടോപ്പ് ഷെയർ ഹോൾഡേഴ്സ് ആകാം എന്നൊരു ഐഡിയ കൊടുത്തു. സോ അവൾ ആ മെയിൽ നല്ലോണം വായിച്ച് നേരെ ഹുവാൻജിയെ കാണുന്നു. മുൻ സ്റ്റോക്കിന്റെ വില മനഃപൂർവ്വം താഴ്ത്തി വില കൂട്ടി വാങ്ങാൻ പ്രയാസമാണ്. മറ്റ് ഫണ്ട് കമ്പനിയിൽ നിന്ന് ഹുവാ കുടുംബത്തിന് നിലവിൽ ഏറ്റവും ഉയർന്ന വില താങ്ങാൻ കഴിയുന്ന ഒന്നാണെന്ന് പറഞ്ഞ് അവൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു. എന്നാൽ ഹുവാൻജി പറയുന്നത് ഈ കമ്പനി എൻ്റെ മാത്രം ഉടമസ്ഥയിലല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കമ്പനി താല്പര്യങ്ങൾ ഞാൻ പരിഗണിക്കേണ്ട കാര്യം ഇല്ല. അത് കേൾക്കുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നത് കണ്ട് ഹുവാൻജി മറ്റൊരു ഓപ്ഷൻ വെച്ചു. വേറെ വഴിയുണ്ട്. എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് വിവാഹമാണ് മറ്റൊരു ഓപ്ഷൻ. ഇവളും ഒന്ന് ഷോക്കായി. നമ്മൾ ഒരുമിച്ച് ഷെയർസുകൾ കൈവശം വെച്ചാൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ ബിസിനസ്സിലും ഇടപെടില്ല എന്ന് പറയുമ്പോൾ അവളാകെ കൺഫ്യൂഷനായിട്ടാണ് ഇരിക്കുന്നത്. അത് കാണുന്ന ഹുവാൻജി, നീ ഇപ്പോഴും ടങ്ഷയെ ഓർത്താണോ ഇരിക്കുന്നത്? അല്ല, ഇനിയും സമയം തന്നാൽ ഞാൻ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ കിട്ടും എന്ന് പറഞ്ഞവൾ ചിന്തിക്കുമ്പോൾ ഒരു പ്ലാനും കിട്ടുന്നില്ല. അവൾ നേരെ വീട്ടിലെത്തുമ്പോൾ അവളുടെ അച്ഛനാകെ വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത് കാണുക. ഇവളും അച്ഛ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും കള്ളാണ് പറഞ്ഞത്. ഹുവയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ വിദേശ കമ്പനിക്ക് പിന്നീടുള്ള ഏറ്റവും വലിയ ഓഹരി ഉടമ ലൂം ടങ്ഷയാണ്. അവർ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ അച്ഛൻ കരുതിയിരിക്കുന്നത് അവരുടെ കമ്പനി തകർച്ചയിലെത്തിക്കാനായിട്ട് പിന്നിലെ പ്രവർത്തിച്ചത് ലൂം ടങ്ഷ എന്നാണ്. ലൂവിനെ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളോളമായില്ലേ? പക്ഷേ അപ്പോഴൊന്നും അവൻ ആരാണെന്നുള്ളത് നിനക്കറിയില്ലല്ലോ. നീയും ടങ്ഷിയുമായി വേർപിരിഞ്ഞിട്ട് അവൻ നീ ഇപ്പോഴും വിശ്വസിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവളും അപ്പോൾ ഇത് കാരണമായിരിക്കുമോ അവൾ നിന്ന് മറച്ചു വെച്ചത്? അപ്പോൾ വീണ്ടും അവൻ കള്ളം പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അച്ഛനാകെ വിഷമിച്ച് അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ്. ഇവളും മരുന്നൊക്കെ കൊടുത്ത് അവൾ അച്ഛനാന്ന് ആശ്വസിപ്പിക്കാനായിട്ട്, വിഷമിക്കേണ്ട അച്ഛ, നമ്മുടെ കമ്പനി അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കൂല. എന്നിരുന്നാലും അവൾക്ക് അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവനുണ്ടാക്കിയ നായ്ക്കുട്ടിയെ പിടിച്ച് അന്ന് രാത്രി എന്ന് കരഞ്ഞു. എന്നിട്ട് ഹുവാൻജിയെ വിളിച്ച് ഓഹരികൾ ഒരുമിച്ച് സൂക്ഷിക്കാൻ ഇപ്പോഴും വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നു. പിറ്റേന്ന് അവൾ ഓഫീസിലെത്തുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, പ്രസിഡന്റ് ഹുവാൻജിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം പ്രഖ്യാപിച്ച ശേഷം ഓഹരി വില താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ പ്രസിഡന്റ് ടങ്ഷയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്ന മുതൽ ഹണി പ്രോഡക്റ്റിന് പിന്നാലെ ഓരോ ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ ഏജന്റുമാരിൽ നിന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കട്ടെ, കരാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ഓരോന്നായി കൈകാര്യം ചെയ്യാമെന്ന് ചൊങ്സ പറയുന്നു. അപ്പോൾ ഹുവാൻജിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത് അറിഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് ടങ്ഷയെ നിങ്ങൾ ശരിക്കും ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചതും അവിടേക്ക് ഹുവാൻജി എത്തുന്നു. അടുത്ത ആഴ്ച അവരുടെ വിവാഹമാണല്ലോ. അവൾക്ക് അവനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിർത്താം, ഒരിക്കലും നിർബന്ധിക്കില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ടങ്ഷയെ ഓർത്ത് അവൾക്ക് കുറ്റബോധം മാത്രമാണ്. അപ്പോൾ ഹുവാൻജി അവളുടെ കൈ പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അത് അവൾക്ക് ഒട്ടും തന്നെ കംഫർട്ടബിളായിട്ട് തോന്നില്ല. അവൾക്ക് കുറച്ചും കൂടി സമയം വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹുവാൻജി പറയുന്നുണ്ട്, അതിന് ഏറ്റവും നല്ലത് പാസ്റ്റ് വിട്ട് കളിക്കുക, ആദ്യം ഈ ലുക്കൊന്ന് മാറ്റണം എന്ന് പറഞ്ഞ് അവളുടെ മുടിയുടെ സ്റ്റൈലിൽ തന്നെ മാറ്റി. എന്നാൽ അവൾക്ക് ഈ ലുക്ക് തന്നെ ഒട്ടും ചേരുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഇതാണ് നിനക്ക് കാണാൻ സുന്ദരി എന്ന് പറഞ്ഞ് ഹുവാൻജി കിസ് ചെയ്യാനായി പോകുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി. അവനും സോറിയും പറഞ്ഞ് അവളുമായി കൂടുതൽ അടുക്കാൻ വേണ്ടി തന്നെ ടങ്ഷിയുമായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ട് റിപ്പോർട്ടർമാർ നിന്റെ വീടിന് മുന്നിൽ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾ അച്ഛനെ ആശുപത്രിയിലാണ് ആക്കിയിരിക്കുന്നത്. വിവാഹിതരാകാൻ പോകുന്നതിനാൽ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പിന്നീടൊന്നും ചിന്തിച്ചില്ല, തലയാട്ടി. വീട്ടിലെത്തുമ്പോൾ അവൾ ആ ലുക്ക് തന്നെ മാറ്റി അവൾ പഴയതുപോലെയായി. അത് കണ്ട ഹുവാൻജി തുറച്ചു നോക്കുമ്പോൾ ഇവളും ഹെയർ സ്റ്റൈലും വസ്ത്രമൊക്കെ ഒരു പരിചയമില്ല, അതുകൊണ്ട് മാറ്റിയതാണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹുവാൻജി അതിനിപ്പോൾ എന്താ കുഴപ്പം, കഴിക്കുമെന്ന് പറഞ്ഞ് അവൾക്ക് ഡിന്നറൊക്കെ കൊടുക്കുന്നു. എന്നാൽ അവൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനത്ര ടേസ്റ്റ് പോരാ, എല്ലാ വിഭവത്തിലും കടുകൊക്കെ ചേർത്തിട്ടുണ്ടാകും, ഹെൽത്തിന് ആരോഗ്യമാണെന്ന് പറഞ്ഞ്. സോ അവൾ വയറ് നിറഞ്ഞ് എന്നൊരു കള്ളം പറഞ്ഞിട്ട് പോയി. രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടാകും, ഉറക്കമേ വരുന്നില്ല. സോ അവൾ ഫോണെടുത്ത് ഗ്രിൽഡ് റൈഡ്സ് കേക്ക് ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്ത് വാങ്ങുന്നത് ഹുവാൻജി ആയിരിക്കും. ഇവളും ഞാനാണ് ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ വറുത്ത സാധനങ്ങൾ ശരീരത്തിന് ദോഷകരമാണെന്ന് പറഞ്ഞ് ഹുവാൻജി അത് കളയുകയാണ്.
ഇവളും അത് കണ്ട് ഷോക്കായി. എന്തിനാണ് വലിച്ചെറിയുന്നത്? എനിക്ക് വിശക്കുന്നുണ്ട്. അടുക്കളയിൽ ഇങ്ങനെയുള്ള സാധനം ഉണ്ടാക്കാനുള്ള സാധന ഐറ്റംസൊക്കെ ഉണ്ട്, ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, ഇപ്പോൾ എൻ്റെ വിശപ്പ് മാറിയെന്ന് പറഞ്ഞ് വയറ്റിൽ കൈയും വെച്ച് അവൾ നേരെ റൂമിലേക്ക് പോയിരുന്നു. പൂവാഞ്ചി ഒരു പൊട്ടനാണല്ലേ എന്ന് പറഞ്ഞ് അവൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായി. വയറ്റിൽ തലോടുമ്പോൾ അവൾക്ക് ടങ്ഷയുടെ കാര്യമാണ് വരുന്നത്. അവൻ കൊടുത്ത മാലയും പിടിച്ച് നീ എവിടെയാണെന്ന് മനസ്സിൽ പറയുകയാണ്. രാവിലെ വന്ന് നോക്കുമ്പോൾ മേശയിൽ ഹുവാഞ്ചി ഫുഡെല്ലാം ഒരുക്കിയിട്ടുണ്ടാകും. കൂടെ ഒരു ലെറ്ററും. ഫുഡെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓഫീസിൽ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവളും കഴിക്കാനായി പോകുമ്പോഴാണ് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നത്. സോ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടും രുചിയില്ല. അപ്പോൾ അവളുടെ ഫോണിൽ സംശയിക്കപ്പെടുന്ന ടങ്ഷി ഇപ്പോഴും ഒളിവിലാണെന്ന് പറഞ്ഞ് ന്യൂസ് കാണുന്നു. ഇപ്പോൾ അവൾക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് അവനെ. എത്ര നാളായി, ഒരു വിവരമില്ലല്ലോ എന്ന് പറഞ്ഞു നിന്നതും ആരോ കോളിംഗ് ബെൽ അടിച്ചു. ഹുവാഞ്ചി ആയിരിക്കും വന്നെന്ന് കരുതി ചെന്ന് തുറക്കുമ്പോൾ ടങ്ഷി ആയിരിക്കും. ഇവളും അവനെ കണ്ട് ഷോക്കാവുകയാണ്. അവൻ വേഗം അകത്തേക്ക് കയറി അവളെ കിസ് ചെയ്യുന്നു. എന്നാൽ അവൾ ഇത്രയും നാളും കാണാത്തതിൻ്റെ ദേഷ്യത്തിൽ അവനൊരു അടി കൊടുത്തിട്ട് ഇത്രയും കാലം നീ എവിടെയായിരുന്നു? പോലീസിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് എന്നിൽ നിന്നെല്ലാം ഒളിക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട് ഹുവാഞ്ചി വിവാഹം കഴിക്കരുത്. അവൻ എൻഗേജ്മെൻറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്ത് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. ലൂനെ കൊന്നത് താനല്ല, അത് മറ്റാരോ ആണ്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ കമ്പനി തകർക്കാൻ നീയും അവൾ ഗൂഢാലോചന നടത്തിയതില്ലേ? പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നാണ് ടങ്ഷി പറയുന്നത്. ലൂമായി ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഹുവ ഗ്രൂപ്പിനെ സഹായിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്ക്, നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ പിന്നെ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? അത് കേൾക്കുമ്പോൾ ആദ്യം അവനും ഒന്നും വേണ്ടില്ല. സോറി എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്തു. അപ്പോഴേക്കും ആരോ വാതിൽ തുറക്കുന്ന സൗണ്ട്. വാതിൽ ഫിംഗർ പ്രിൻ്റ് ഉള്ളത് കൊണ്ട് ഫെയിലാണ് എന്നാണ് കേൾക്കുന്നത്. ഹുവാഞ്ചി ആയിരിക്കും വന്നതെന്ന് ഉറപ്പായി. ഇവിടെ ഹുവാഞ്ചി വാതിൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡൗട്ട് വരികയാണ്. ഇട്ടിട്ടാണെങ്കിൽ അവൾ വാതിൽ തുറക്കുന്നേയില്ല. സോ കോള് ചെയ്യുമ്പോൾ അകത്തുനിന്ന് റിംഗ് ടോൺ അടിക്കുന്നത് കേട്ടു. അപ്പോൾ അവൾ എങ്ങും പോയിട്ടില്ല, അകത്ത് തന്നെയുണ്ട്. എന്തോ പന്തികേട് തോന്നി വാതിലിന്റെ ചാവി എടുത്തതും ചുങ്സിയ കറക്റ്റ് ടൈമിൽ വാതിലങ്ങ് തുറന്നു. ടങ്ഷി വന്നിട്ടുണ്ടാകും എന്ന ഡൗട്ടിൽ ഹുവാഞ്ചി അകത്തേക്ക് വേഗം കയറി ഓടി. എന്തിനാണ് വാതിൽ പൂട്ടിയെന്ന് ചോദിച്ചു. വീട്ടിൽ തനിച്ചായതുകൊണ്ട് തന്നെ വാതിലകത്തുനിന്ന് പൂട്ടുന്നതാണ് സുരക്ഷിതെന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ പൂട്ടിയെന്ന് കൂളായിട്ട് അവൾ ആക്ട് ചെയ്ത് പറയുകയാണ്. ഈ അടുത്തിടെ കുറെ കാര്യങ്ങൾ നടന്നല്ലോ, അതിന്റെ വിഷമത്തിലാണ് എന്നറിയാം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ നന്നായി നോക്കുമെന്ന് പറഞ്ഞ് അവിടെ കൈ പിടിക്കുമ്പോൾ അവൾ കൈ മാറ്റി. അല്ല, ഇന്ന് നേരത്തെ വന്നത് എന്താന്ന്? ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. നിന്നോടൊപ്പം ഇത്തിരി നേരം വീട്ടിലിരിക്കാം എന്ന് തോന്നി ഹുവാഞ്ചി ഡ്രസ്സ് മാറാനായിട്ട് റൂമിൽ പോകുമ്പോൾ ചുങ്സി അവനെ തടഞ്ഞു. കാരണം ആ റൂമിലായിരിക്കും ടങ്ഷി ഉള്ളത്. ഡൗട്ട് അടിക്കാതിരിക്കാനായിട്ട് നമുക്കൊരു മൂവി കണ്ടാലോ എന്ന് പറഞ്ഞ് അവനെ കൈ പിടിച്ചു. അവനോട് ആദ്യമായിട്ടാണ് ചുങ്സെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നത്. എന്നിട്ട് അവൾ ഞാൻ ആദ്യം ഡ്രസ്സ് മാറാം എന്ന് പറഞ്ഞ് നേരെ അവൾ ആദ്യം റൂമിലേക്ക് കയറി. ഇവളും വാതിലടച്ചതും ടങ്ഷി വന്ന് അവളെ നേരെ കട്ടിലേക്ക് എടുത്ത് കിസ് ചെയ്തു. അപ്പോൾ ചുങ്സെ പറയുന്നുണ്ട് അവനെങ്ങാനും നിന്നെ കണ്ടെത്തിയാലോ, വേഗം പൊക്കോ, അല്ലെങ്കിൽ അവൻ പോലീസിനെ വിളിക്കും. നീ അവനെ വിശ്വസിക്കരുത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരാഴ്ച സമയം താ, നിനക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. എന്നിട്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ അവൾക്ക് വരാൻ പറ്റില്ല, അച്ഛൻ്റെ കമ്പനി നോക്കണം. അപ്പോൾ ഹുവാഞ്ചി അവളെ വിളിക്കുന്നുണ്ട് റെഡിയായോ എന്ന്. സോ അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വാതിൽ തുറന്നു. അവളെ കാണുന്ന ഹുവാഞ്ചി നിന്റെ മുഖം ചുവന്നിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? പുതിയ പ്രേതത്തിന്റെ പടമുണ്ട്, നിനക്കെന്തായാലും ഇഷ്ടമാകും, പോകാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ടങ്ഷി പോയോ ഇല്ലയോ എന്ന ഭയത്തിലായിരിക്കും അവൾ അകത്തേക്ക് കയറുക. ഹുവാഞ്ചി പറയുന്നുണ്ട് ഇന്ന് കണ്ട സിനിമ നല്ല അടിപൊളി സിനിമയാണല്ലേ, ഞാൻ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാം. എന്നാൽ അവൾക്ക് അത്ര ഇഷ്ടമൊന്നല്ല ഹൊറർ മൂവി. അപ്പോൾ അവൻ പറയുന്നത് ഈ കാണുന്നോറും ഇഷ്ടമാകും, ഹൊറർ മൂവിയുടെ കുറച്ച് CD ഇവിടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് കാണണമെന്ന് പറയുമ്പോൾ ഇവളും ഇപ്പോൾ വേണ്ട, കുറച്ച് ടയേർഡാണ്, റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പോയതും ഹുവാഞ്ചിക്ക് അതൊട്ടും പിടിച്ചിട്ടേയില്ല. ഇവിടെ ടങ്ഷി ഇപ്പോൾ ഹുവാഞ്ചിയെ കുറിച്ചും അതുപോലെ അവനെ കൊല്ലാൻ ഏൽപ്പിച്ച ആളാരാണെന്നുള്ളത് കണ്ടെത്തുകയാണ്. അവൻ്റെ സഹായി ഒരാളുടെ ഫോട്ടോ കൊടുത്തു. നോക്കുമ്പോൾ ചുങ്സിയുടെ ഫോട്ടോ ആയിരിക്കും. സത്യത്തിൽ അത് ചുങ്സിയല്ല, ചുങ്സിയുടെ ചേച്ചിയാണ്. ഹുവ റൂയു, ഹുവ കുടുംബത്തിലെ യഥാർത്ഥ അവകാശി. കോളേജിൽ പഠിക്കുമ്പോൾ റൂയുടെ കാമുകനായിരുന്നു ഹുവാഞ്ചി. എന്നാൽ അവളുടെ സഹോദരി 8 വർഷം മുമ്പേ എബ്രോഡിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു. എന്നാൽ ചുങ്സിയുടെ ചേച്ചിയുടെ മരണത്തിന് ശേഷം ഹുവാഞ്ചി സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് കുറച്ചു കാലത്തേക്ക് സൈക്കോ തെറാപ്പി ചെയ്തിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ടങ്ഷിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഹുവാഞ്ചിയുടെ കാമുകിയാണ് അവളുടെ ചേച്ചി. എന്നാൽ പിന്നെന്തിനാണ് ചുങ്സിയുടെ പിന്നാലെ കൂടിയെന്ന് ഒരു ഡൗട്ടും വരുന്നു.
അപ്പോൾ സഹായ് മറ്റൊരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കുകയാണ്. അത് ഹുവാൻജിയുടെ ട്രാവൽ റെക്കോർഡ്സ് ആയിരിക്കും. കഴിഞ്ഞ 3 വർഷമായി ടങ്ഷിയുള്ള സമയത്തൊക്കെ ഹുവാൻജി US-ലുണ്ടായിരുന്നു. അപ്പോൾ അവൻ സംശയിക്കുന്നത് പോലെ തന്നെ ടങ്ഷിയെ കൊല്ലാൻ ഏൽപ്പിച്ചത് ഹുവാൻജിയാണെന്ന് അറിയുകയാണ്. എന്നാൽ അതിനുള്ള തെളിവുമില്ല. അവനാണ് കൊലയാളി എന്ന് തെളിയിക്കാൻ ഇനിയും അതിനുള്ള തെളിവ് സംഘടിപ്പിച്ചിട്ട് വേണം എന്ന് ഇവൻ പറയുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.